എങ്കിലും മറ്റൊരുത്തിന് കൊടുക്കുന്ന അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന ശിക്ഷ 10 ശിക്ഷകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അതിൽ അസൂയപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ അവന് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കുകയില്ല. കാരണം എന്തേ? അല്ലാഹു നീതിമാനല്ലെന്നാണ് നീ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം, അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അല്ലാഹ് അവന് കൊടുത്തു, എനിക്ക് തന്നില്ല. അപ്പൊ നീ കാണിച്ചത് ശരിയല്ല അല്ലാഹ്. അതാണ് അസൂയയുടെ അർത്ഥം. മഹാന്മാര് പഠിപ്പിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ കരുണ കിട്ടുവോ? അല്ലാഹ് നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവന് പിന്നെ കരുണ കിട്ടുവോ? കിട്ടൂല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാണ്. 2 പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാത്തവനുമായിട്ടും മലക്കുകൾക്ക് കൂട്ടുകെട്ടില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ അവനുമായിട്ടുള്ള ബന്ധം അങ്ങ് മുറിക്കുകയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനുമായിട്ട് മലക്കുകൾക്ക് യാതൊരു ബന്ധവുമില്ല. മലക്കുകൾ അവനെ കൈവിടുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ കൈയൊഴിയുകയാണ്. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവന്റെ മരണവേദന വല്ലാത്തതാ. അവന്റെ മരണവേദന കഠിനമാണ്. കഠിനമായ വേദന, സാധാരണമുള്ള വേദന ല്ല. മലക്കുകളല്ലേ കരുണ കാണിക്കേണ്ടത്? അല്ലാഹുവേ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കാതിരുന്നാൽ എന്റെ ഗതി എന്താണ്? നിങ്ങളുടെ ഗതി എന്താണ്? കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, 70 മുതൽ 70,000 വരെ വരുന്ന സംഘമാണ് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ. എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ 70 മുതൽ 70,000 വരെ. എന്തിനാ മോനെ? ഈ ഒരു കൊതുവിന്റെ കടി കടിച്ചാ സഹിക്കാൻ പറ്റാത്തവർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർ ആരോഗ്യമുള്ളവൻ ഒറ്റ അടി അടിച്ചാ താഴെ കിടക്കുന്നവർ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും സഹിക്കാൻ കഴിയാത്തവരാ ഞാനും നിങ്ങളും. അങ്ങനെയുള്ള നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് എന്തിനാ 70,000 മലക്കുകള്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു മരണസമയത്ത് നമ്മളോട് കരുണ കാണിക്കണേ അല്ലാ. അസൂയ വെക്കുന്ന മനുഷ്യ, നിന്റെ മരണവേദന കഠിനമാ. നിന്റെ അവസാനത്തെ വേദന വല്ലാത്ത കഠിനമാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. അസൂയ വെക്കുന്നതിലൂടെ വിറക് തീയ വിറക് തിന്നുന്നത് പോലെ നിന്റെ നന്മകളെ തിന്ന് നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അവിടെ നിന്ന് അസൂയയും കുശുമ്പുമായി നടക്കുന്ന നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്ന സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. നരകത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാ,
അവിടെന്ന് പ്രവാചകം പറയുകയാണ്, 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് വല്ലാത്ത ശിക്ഷയാ, ഖബർ ജീവിതം വല്ലാത്ത ശിക്ഷയാണ്. ആ ഖബറിന്റെ ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയുമോ? ആ ഖബറിന്റെ ഞെരുക്കം നിനക്ക് താങ്ങാൻ കഴിയുമോ? എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് പോയി കിടക്കണ്ടവരാ. എന്നെ കൊണ്ടുപോയി കിടത്തുമല്ലോ അല്ലാഹുവേ. മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബർ വിളിക്കുന്ന സിറാജേ വാടാ, ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലേ, എന്റെ മുകളിലൂടെ നീ ധിക്കരിച്ച് നടന്നവനല്ലേ, എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണണ്ടേ, കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ശിക്ഷ വല്ലാത്തതാ. ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുമോ? വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുമല്ലോ. വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോ അവിടെ നിന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റുമല്ലോ. ഇതുപോലെ ഖബറിനൊരു സ്വഭാവമുണ്ട് മുസ്ലിമേ. ആരെ കൊണ്ട് വെച്ചാലും ഖബർ കെട്ടിപ്പിടിക്കുകയാണ്. ആരെ കൊണ്ട് വെച്ചാൽ ഒരുത്തനും രക്ഷപ്പെടില്ല. ഈ ലോകത്ത് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലോകത്തിന്റെ പ്രവാചകനാ പറഞ്ഞത്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരേ ഒരു പെണ്ണ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരേ ഒരു പെണ്ണ് മാത്രം, അല്ലാതെ ഈ ലോകത്ത് വന്നവർ മുഴുവനും ഖബറിന്റെ അദാബ്, ആ ഖബറിന്റെ ഞെരുക്കം അനുഭവിച്ചവരാണ്. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അല്ലാ, എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു, എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. ആരാ? സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. ആ ചെറുപ്പക്കാരന്റെ ഈമാനൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്, മലക്കുകളാണ് ഖബറടക്കിയത്. ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് 6 അടി മണ്ണിന്റെ അകത്തിറക്കി വെച്ചപ്പോ റസൂലുള്ള പറഞ്ഞു സുബ്ഹാനല്ലാഹ്, പറ സഹാബാ സുബ്ഹാനല്ലാഹ്, പറ സഹാബാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖബറിന്റെ ചാരത്തിരുന്ന് കൊണ്ട് മുത്തുനബി പറയുകയാ. സഹാബികൾ ചോദിച്ചു, നബിയേ, എന്തെങ്കിലും അത്ഭുതം കാണുമ്പോഴല്ലേ ഇത് പറയാറുള്ളൂ? എന്തത്ഭുതമാണ് കണ്ടത്? എന്തത്ഭുതമാണ് കണ്ടത്? സഹാബാ, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ അകത്ത് കൊണ്ട് വീട്ടിൽ ഒരാൾ വരുമ്പോ എന്ത് ചെയ്യും? സലാം പറയും, അൽഹംദുലില്ലാഹ്. കേറിയ ഉടനെ മുസാഫഹത്ത് ചെയ്യും, കെട്ടിയൊരു പിടുത്തം. ഇല്ലേ? ഇപ്പൊ പിടിക്കത്തില്ല, അല്ലാഹു മാറാകട്ടെ. ഇപ്പൊ പിടിക്കത്തില്ല. പക്ഷെ അങ്ങനെ പഴയ ആൾക്കാരൊക്കെ വീട്ടിലെ ആള് വന്നാൽ മുസാഫഹത്ത് ചെയ്യും, കെട്ടിപ്പിടിക്കും. കാരണം അതിലൂടെ പാപങ്ങൾ പൊറുക്കും, മനസ്സുകൾ അടുക്കും. അല്ലാഹു ഭാഗ്യതരുമാറാകട്ടെ. ഇപ്പൊ മുസാഫഹത്ത് ചെയ്യുന്നത് ഇങ്ങനെ, വിരൽ മാത്രം ഇങ്ങനെ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ മുസാഫഹത്ത് ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറിന്റെ സ്വഭാവം എന്താ? ഖബറിന്റെ അകത്തൊരു മനുഷ്യനെ കൊണ്ടുവച്ച ഖബർ കെട്ടി അങ്ങോട്ട് പിടിക്കും. ഈ 6 അടി മണ്ണിന്റെ കുഴി ഇങ്ങനെ അടുത്തോട്ട് വരും, 2 ഭാഗത്ത് നിന്ന് അടുത്തേക്ക് വരും. ഈ എല്ല് ഇപ്പുറത്ത് വാരി എല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ലോകത്ത് ഒരേ ഒരു പെണ്ണ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ? പറ മനുഷ്യന്മാരെ, ആരാ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഹദി? ആരാ? ഖദീജയോ? ഇനി ആരാ? ഫാത്തിമ, ഫാത്തിമത്ത് സുഹറ. ഇനി ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കുക. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേരെന്താ? പറ. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാരാന്ന് കണ്ടുപിടിക്കട്ടെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരാണ് ആ മഹദി? ആരാണെന്ന് കണ്ടുപിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹദിയുടെ മഹത്വം കൊണ്ടല്ല ഖബർ ഞെരുക്കാഞ്ഞ്, ആ മഹദിയുടെ മഹത്വം കൊണ്ടല്ല ഖബർ ഞെരുക്കാഞ്ഞ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നതിന് മുമ്പ് ഖബറിന്റെ അകത്തിറങ്ങി. റസൂലുള്ളാഹി തങ്ങള് ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് കമീസ് ഊരി.
എന്നിട്ട് ഖബറിൻ്റെ അകത്ത് മണ്ണിനകത്ത് ഇറങ്ങി കടന്നു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാ എൻ്റെ വളർത്തുമ്മയാ പടച്ചവനെ, അല്ലാഹുവേ എൻ്റെ വളർത്തുമ്മയാ പടച്ചവനെ. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാണ്? ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ ഖബറിൻ്റെ അകത്ത് ഇറങ്ങി വസ്ത്രം ഊരി മാറ്റിയിട്ട് കരഞ്ഞു ദുആ ചെയ്തു, അല്ലാ എൻ്റെ ഉമ്മച്ചി, ഹാ അല്ലാ എന്നെ പൊന്നുപോലെ നോക്കിയതാ, എനിക്ക് പാല് തന്നതാ, എൻ്റെ ഉമ്മാനെ ഞെരുക്കല്ലേ എന്ന് മുത്തുനബി ദുആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഖബർ ഞെരുക്കാഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസൂയയും പറഞ്ഞുകൊണ്ട് കുശുമ്പുമായി നടക്കുന്നവനെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ ഖബറൊരു ഞെരുക്കം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുകയാണ്, അതാ അസൂയ വെക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന 10 ശിക്ഷകളാണ് എണ്ണി പറയുന്നത്. ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. 2 മലക്കുകൾ അവനുമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് മുറിക്കുകയാണ്. 3 അവന്റെ മരണവേദന വല്ലാതെ കാഠിന്യമാവുകയാണ്. 4 അവൻ നരകത്തിലേക്ക് അടുക്കുകയാണ്. 5 അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. 6 അവന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാ. 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ കാര്യമല്ല. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ കൂടെ ഒരിക്കൽ ഇങ്ങനെ ഖബർസാനിലൂടെ നടന്നു പോകുമ്പോ, ഒരു സ്ഥലത്തു കൂടെ നടന്നു പോകുമ്പോൾ ഖബർ കാണുകയാ. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ആ ഖബറിന്റെ മുകളിൽ ഒരു കമ്പെങ്കിലും ഒന്ന് കുത്തിവെക്ക് സഹാബാ. എന്തെങ്കിലും ഒരു ചെടിയെങ്കിലും, ഒരു കമ്പെങ്കിലും ആ ഖബറിന്റെ മുകളിൽ കുത്തിവെക്ക്. അല്ലാഹു ആ മനുഷ്യനോട് കരുണ കാണിക്കട്ടെ. അവർ 2 പേരും ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ഖബറാളികളും ഖബറിന്റെ അകത്ത് വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് നബിയെ? നിസാരമായി തള്ളിക്കളഞ്ഞ 2 പാപത്തിന്റെ പേരിലാ. റസൂലുള്ളാഹി തങ്ങൾ ഖബറിന്റെ ചാരത്ത് കൂടെ പോകുമ്പോ 2 ഖബറിന്റെ അകത്ത് അദാബ് നടക്കുന്നത് കണ്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്തേ കാരണമെന്നറിയുമോ? ഖബറിന്റെ മുകളിൽ ചെടി നട്ട് വെക്കുന്നത് വെറുതെയല്ല. അല്ലാഹുവേ, ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി വെട്ടി മുറിച്ച് കളയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വേരിങ്ങനെ മനുഷ്യന്റെ ഖബറിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങുമ്പോ അതിന്റെ ഇലകൾക്ക് പകരം അല്ലാഹു പാപം പുറത്തു കൊടുക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ഇരിക്കുന്ന ചെടിയുടെ പേരിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് വെറുതെ പറഞ്ഞു തന്നതല്ല. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, 2 തെറ്റുകൾ ചെയ്തതിന്റെ പേരിലാണ് ജനങ്ങളത് നിസാരമായി കാണുന്ന തെറ്റുകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ തെറ്റുകൾ സൂക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖബർ ശിക്ഷ നടക്കുന്നത് 2 പാപം ചെയ്തതിന്റെ പേരിൽ. പക്ഷേ ജനങ്ങൾ അത് നിസാരമായിട്ട് കാണും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാ 2 പാപം എന്നറിയോ? ഒന്നാമത്തെ മനുഷ്യൻ ചെയ്ത പാപം, മലമൂത്ര വിസർജനം നടത്തിയിട്ട് നേരെ ജുബ, മൂത്രം ഒഴിച്ചിട്ട് നേരെ ജുബ വൃത്തിയാക്കാറില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ്, എന്റെ പ്രിയപ്പെട്ടവരെ, മൂത്രമൊഴിച്ചിട്ട് മൂത്രമൊഴിച്ചിട്ട് തിരുതി ഓടുവാ. ഓടി അങ്ങോട്ട് പോകാം, ഡീസൽ അടിക്കുക, ഓടുക, പമ്പി നിൽക്കണ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ചില ആൾക്കാര് ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചിട്ട് പിന്നെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ആക്കും, എഴുന്നേക്കും, ഇരിക്കും. നമ്മൾ എന്തിക്കും? ഓനെന്താടാ ഇങ്ങനെ, ഓനെന്താ ഇങ്ങനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുമയ്ക്കുന്നതിലൂടെ, തൊണ്ട അനക്കുന്നതിലൂടെ, എഴുന്നേറ്റ് ഇരിക്കുന്നതിലൂടെ ആ മൂത്രം സർവ്വതും പുറത്തേക്ക്. അവസാനത്തെ തുള്ളി മൂത്രമും വെളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യാതെ ഓടിച്ചില്ല, മൂത്രം ഒഴിക്കുക, ഓടുക. ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടന്നു പോകുമ്പോഴാ 2 തുള്ളി വസ്ത്രത്തിൽ വീണത്. അപ്പൊ പിന്നെ പാൻ്റ് ഇട്ടേക്കുന്നത് കാരണം നിന്നിട്ടുള്ള ഡീസലടിയാണല്ലോ, ഇരുന്ന് ഇരിക്കാൻ പറ്റൂലല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നിന്നൊരു മൂത്രം ഒഴിക്കൽ. പള്ളിയിലൊക്കെ ചെല്ലുമ്പോ കാണാം, നിന്ന് മൂത്രം ഒഴിക്കാൻ വരണം. എന്ത് മസലാലിച്ചേക്ക്. പള്ളികളിൽ ചെല്ലുമ്പോ കാണാം, നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു സജ്ജീകരണം. നമ്മുടെ ദീൻ എന്തേ പറഞ്ഞത്? നിന്നാണോ മൂത്രം ഒഴിക്കേണ്ടത്, ഇരുന്നാണോ? കിടന്നില്ലേ? എങ്ങനെയാ മനുഷ്യൻ പറ? ഈ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം നീ പറയുന്നത്, ഉസ്താദേ എന്റെ പാൻറ്,
എൻ്റെ പാൻറ് ഊരാൻ പറ്റത്തില്ല, ഊരി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്ക്, മൂത്രമൊടിച്ച് അതിൻ്റെ സർവ്വതും പോയതിനു ശേഷമേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവൂ. സൂക്ഷ്മതയില്ലാതെ ചാടി എഴുന്നേറ്റ് ഓടുമ്പോൾ പിന്നെ അവിടെ എങ്ങാനും ഇരിക്കുന്ന ഒരു തുള്ളി വസ്ത്രത്തിൽ വീണ നിസ്കാരം ശരിയാവോ? പോയില്ലേ, സർവ്വതും പോയില്ലേ. അപ്പൊ നിസ്സാരമായ ആ പാപത്തിനെ കണ്ടതുകൊണ്ടാ ഖബറിന്റെ അകത്ത് അദാബ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 അസൂയ. 2 കിട്ടുമ്പോ 4 പേര് കൂടുമ്പത്തേക്ക് അൻസാരിയോ പടച്ചോനോ ഓന്റെ കാര്യം നമുക്കറിയാം, എങ്ങനെ കടയൊക്കെ വെച്ചേ നമുക്കറിയാം, അങ്ങോട്ട് തുടങ്ങാം. 4 പേര് കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാരമായി തള്ളിക്കളയേണ്ട പാപമല്ല സഹോദര, അതിന്റെ ഗൗരവം നമുക്ക് നമ്മൾ കള്ളുകുടിയനെയും വ്യഭിചാരിയെയും പലിശ തിന്നുന്നവനെയും നിസ്കരിക്കാത്തവനെ കുറിച്ചാണ് അത് പറയണേ. ഓൻ ഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? ഇവിടെ കള്ളു കുടിച്ചവൻ നാളെ അള്ളാടെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ള പറയുക, ഞാൻ നിനക്ക് പുറത്തു വന്നെന്ന് പറഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ടില്ലേ? ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് മുസമ്മിൽ ഉസ്താദിനെ കുറിച്ച് നാട്ടുകാരുടെ മുന്നിൽ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് നാണം കെടുത്തിയിട്ട് ഞാൻ അള്ളാടെ മുന്നിൽ പോയി എനിക്ക് സ്വർഗം കിട്ടുമോ? അള്ള പറയണ്ട, ആദ്യം പോയി സിറാജെ മുസമ്മിലിനോട് പോയി പൊരുത്തം വാങ്ങിച്ചിട്ട് വരാൻ. ആദ്യം ഞാൻ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ അടുക്ക പോയി പൊരുത്തം ചോദിക്ക്. അള്ളാഹുവും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം അള്ളാഹു കരുണയുള്ളവനാ പുറത്തു തരും. പക്ഷെ മനുഷ്യനും ഉള്ളതേ നമ്മൾ തന്നെ തീർക്കണം. അങ്ങോട്ട് കിട്ടുമ്പോ കിട്ടുമ്പോ നാവ് കിട്ടുമ്പോ കേറിയിരുന്നങ്ങിട്ട് പറയുമല്ലോ. ഈ പറഞ്ഞത് മുഴുവനും തിരിച്ചെടുക്കാൻ പറ്റും. അതാ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, വായിന്ന് വീഴുന്ന വാക്ക് സൂക്ഷിച്ചുകൊള്ളാൻ. അത് ഒരു മനുഷ്യന്റെ തല്ലിയ എത്തി കഴിയുമ്പോ വേദന മാറും. പക്ഷെ പറഞ്ഞ ഒരു വാക്ക്, അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത് നിങ്ങൾ അധികം സംസാരിക്കരുതെന്ന്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ, അസൂയയുമായി നടക്കുന്ന മനുഷ്യ, നിനക്ക് കിട്ടുന്ന അടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ, നിന്റെ ഖബർ ശിക്ഷ വല്ലാത്തതാണ്. നിന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോവുകയാണ്. ഇതിലൂടെ അസൂയ വെക്കുന്നതിലൂടെ നീ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും അവിടെന്ന് പൊളിഞ്ഞു പോവുകയാണ്. അവിടെന്ന് പ്രവാചകം പറയുകയാ, നീ അള്ളാനെ വേദനിപ്പിച്ചവനാണ്. പ്രവാചകം പറയുന്നു, അതുപോലെ മുത്തുനബിയെയും നീ വേദനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെയും നീ വേദനിപ്പിക്കുകയാ. മുത്തുനബി മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പച്ചക്കുബ്ബയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുണ്ടല്ലോ, നീ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നത് മലക്കുകൾ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ കോപം നിനക്ക് ലഭിക്കുകയാ. റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിപ്പിച്ച് 9ാമത്തെ ശിക്ഷ അള്ളാന്റെ കോപം നിന്റെ മേലുണ്ടാവുകയാണ്. 10ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഏറ്റവും വലിയ മിസ്കീൻ നീയാടാ പൊന്നുമോനെ. റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, ഒരിക്കൽ അവിടെ നിന്ന് ചോദിച്ചു സഹാബ, പാപ്പരെന്ന് പറഞ്ഞാൽ ആരാ സഹാബ? പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ സ്വഹാബ? പണമില്ലാത്തവനല്ല, വീടില്ലാത്തവനല്ല, വസ്ത്രമില്ലാത്തവനല്ല, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ? നാളെ മീസാനിന്റെ മുന്നിൽ നിസ്കാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയതുണ്ട്, ഒരുപാട് സദഖ കൊടുത്തതുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഒരുപാട് സൽക്കർമ്മമായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിസ്കാരമെടുത്തൊരുത്തന് കൊടുക്കുന്നു. പടച്ചവനെ, ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ്. അവസാനം അല്ലാഹുവേ നിന്റെ നന്മയെടുത്തവന് കൊടുക്കും, നിന്റെ നന്മയെടുത്തവന് കൊടുക്കും. അങ്ങനെ പടച്ചവരെ, നീ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നാട്ടുകാര് കൊണ്ടുപോവുകയാ. നിന്റെ നാവ് വരുത്തി വെച്ച വിനയാ സഹോദരാ. അവസാനം ഒന്നുമില്ല, അവന്റെ തെറ്റുകൾ നിന്റെ തലയിൽ കെട്ടിവെക്കും. അവസാനം നരകത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരെ കുറിച്ച് നല്ലത് കരുതൂ, എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ, എല്ലാവർക്കും നന്മ കിട്ടാൻ ദുആ ചെയ്യൂ. നീ മാത്രം നന്നായാ പോരാ, എല്ലാവരും നന്നാകണം. എല്ലാവർക്കും വേണ്ടി ദുആ